ഹലോ, എല്ലാവർക്കും 11ാമത്തെ നോമ്പ് ദിവസത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും കൂടി വരും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കളമശ്ശേരിയിൽ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഇന്ന് നോമ്പ് തുറക്കാൻ പോണത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലുലുവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇന്ന് പിള്ളേരെ 2 പേരെയും സ്കൂളൊക്കെ അടച്ചിട്ടാണ്, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങളുടെയൊക്കെ പിള്ളേരെയൊക്കെ സ്കൂളൊക്കെ അടച്ചോ, അതോ എക്സാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്? അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്കൊക്കെ കൊടുത്ത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ, എന്നാലേ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ അതേ നമ്മൾ ലുലുവിൻ്റെ ഓപ്പോസിറ്റുള്ള റോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ലുലുവിൽ പോവാം കേട്ടോ. അപ്പോൾ അതേ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മൾ ഈ പാലത്തിൻ്റെ താഴ്ഭാഗത്തുള്ള റോട്ടിൽ കൂടി ക്രോസ് ചെയ്താണ് നമ്മൾ ഇനിയിപ്പോൾ ലുലുവിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എടപ്പള്ളി സിഗ്നൽ. ഈ സ്ഥലത്തൊക്കെ എല്ലാ ടൈമിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. അപ്പോൾ നമ്മൾ സിഗ്നലൊക്കെ കടന്ന് റോഡ് ക്രോസ് ചെയ്തു. അപ്പോൾ അതേ എടപ്പള്ളി മെട്രോയാണിത്, അതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ലുലുവും ഉള്ളത്. അപ്പോൾ നമ്മളൊരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും. അപ്പോൾ ഈ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നോമ്പ് തുറ ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും കൂടുതലും തിരക്കുകളൊക്കെ ഉണ്ടാവുക കേട്ടോ ലുലുവിൽ. അപ്പോൾ അതേ നമ്മൾ ലുലുവിൻ്റെ ആ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അകത്തേക്ക് കയറാൻ പോലും അത്യാവശ്യം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ ലുലുവിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നോക്കി 2 സൈഡിൽ ഇങ്ങനെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നോമ്പ് പ്രമാണിച്ച് ഉള്ള ലൈറ്റുകളൊക്കെയാണ്. അത് രാത്രി ആകുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ പകലായതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് ഭംഗി തോന്നിക്കണില്ല. അപ്പോൾ അതേ നമ്മൾ നേരെ പാർക്കിങ്ങിലേക്കാണ് കേട്ടോ പോണേ. അപ്പോൾ ഈ സൈഡിൽ പാർക്കിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് മാരിയറ്റ് ഹോട്ടൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലുലുവിൻ്റെ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ മാരിയറ്റിൻ്റെ ഹോട്ടലുള്ളത്. അപ്പോൾ നമുക്കപ്പോൾ ആ സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ ഹോട്ടൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കാം. കാണിച്ചു തരാവേ. അപ്പോൾ അതേ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ പാർക്കിങ്ങിലേക്കൊക്കെ പോകാനായിട്ട് സാധിച്ചിട്ടാണ്. അപ്പോൾ അതേ ആ കാണുന്ന വലിയ ബിൽഡിങ്ങാണ് കേട്ടോ ഹോട്ടൽ മാരിയറ്റ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അതിങ്ങനെ നിൽക്കണതാണ് നല്ല രസമുണ്ടല്ലോ അതിൻ്റെ ആ ഷേപ്പൊക്കെ കാണാൻ. അപ്പോൾ അതേ നമ്മൾ നേരെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏത് സമയത്ത് വന്നാലും പാർക്കിങ്ങൊക്കെ ഇങ്ങനെ നിറച്ചുണ്ടാവും. എങ്കിൽ പോലും നമുക്ക് വണ്ടി ഇടാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും കേട്ടോ. അത്രയ്ക്ക് വലിയ പാർക്കിങ്ങാണ് ഇവിടെ ലുലുവിലുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ വേറെ ഷോപ്പിലൊന്നും കയറാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഹൈപ്പറിൽ പോകാനായിട്ട് വന്നത്. അപ്പോൾ അതേ നമ്മൾ ഹൈപ്പറിൻ്റെ ഫ്ലോറിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും അത്യാവശ്യം കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഭയങ്കരമായ തിക്കും തിരക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതേ ഈ കാണുന്നതാണ് എൻട്രൻസ് ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള. അങ്ങനെ നമ്മളതിൻ്റെ അകത്ത് കയറി. അപ്പോൾ അതേ എപ്പോഴും ഉള്ള പോലെ തന്നെ ഫുൾ ഓഫറുകളാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതേ ഫിഷിൻ്റെ ഏരിയ ആണ് ഇത്. അപ്പോൾ ഒരുപാട് പല ടൈപ്പ് ഫിഷുകളൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ മട്ടൻ ഇറച്ചികളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. പല ടൈപ്പ് മസാല പുരട്ടിയതും ചിക്കനുകൾ അതൊക്കെയാണ് കേട്ടോ ഇത്. ചിക്കൻ്റെ പല മോഡലിലുള്ള മസാല പുരട്ടിയതും ഒക്കെ അവിടെ ഉണ്ട്. അൽഫാം അങ്ങനത്തെ പല ടൈപ്പൊക്കെ. പിന്നെ അതേ ഇതൊക്കെ പലചരക്ക് ഏരിയ ആണ്. ഇതൊക്കെ ഓരോരോ കൗണ്ടറുകളായിട്ടാണ്. അപ്പോൾ ഓരോന്നിനും ഓരോരോ കൗണ്ടറുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പലചരക്കിൻ്റെ ഭാഗമുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ ഈ കണ്ടത്. പിന്നെ ഇപ്പോൾ ഇതേ നോമ്പ് സ്പെഷ്യലായിട്ട് ഇത് നോക്കി ഈന്തപ്പഴത്തിൻ്റെ വലിയൊരു കൗണ്ടർ നമുക്കിവിടെ കാണാൻ സാധിക്കും. പല ടൈപ്പ് ഈന്തപ്പഴം ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ ഓരോരോ പേരുകളുണ്ട്. ഒമാൻ അങ്ങനെ എന്തൊക്കെയോ കുറേ ടൈപ്പ്. എല്ലാം ഒന്നും എനിക്ക് പേരൊന്നും അത്ര ഓർമ്മയൊന്നുമില്ല. ഓരോന്നിനും ഓരോ ക്വാളിറ്റിയാണെന്ന് തോന്നണേ. റേറ്റൊക്കെ പല റേറ്റാണ്. നമുക്ക് കണ്ട
ഞെട്ടണ ടൈപ്പ് റേറ്റിൻ്റെയൊക്കെ ഈന്തപ്പഴം ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങളും അവിടുന്ന് കുറച്ച് ഈന്തപ്പഴമൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ പലരും അതൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ നമുക്ക് കമ്പനി മോഡലും കിട്ടും കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴേ നമ്മൾ നോക്കിക്ക് ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമ്മൾ കാണാത്തതും കണ്ടതും ഒക്കെ ഇങ്ങനെ ബോക്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട ചക്ക ഫുൾ ക്ലീൻ ചെയ്ത് പഴുത്ത ചക്ക ഇങ്ങനെ ബോക്സിലാക്കി വെച്ചേക്കും കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് കിട്ടണ പൊങ്ങ് അതൊക്കെ ഇങ്ങനെ ബോക്സിലാക്കി വെച്ചേക്കും കേട്ടോ. അങ്ങനെ പല സാധനങ്ങൾ, തേങ്ങ ചിരകിയത്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളിപ്പോൾ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ചിക്കൻ്റെ ഐറ്റംസുകളാണ്. അതായത് ബ്രോസ്റ്റഡ് ചിക്കന്, പിന്നെ ഗ്രിൽഡ് ചിക്കൻ, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ. ഇത് ഫുള്ള് ബീഫ്, ചിക്കൻ, അതിൻ്റെയൊക്കെ ഓരോരോ റോസ്റ്റുകൾ, കറികളൊക്കെയാണ്. ഇത് ബിരിയാണിയുടെ സെക്ഷനാണ് കേട്ടോ, ഫ്രൈഡ് റൈസ് അതൊക്കെ. ഇവിടെ മൊത്തം ഫിഷാണ്. അതിൻ്റെ നടുക്ക് പുട്ടൊക്കെ ഇരിക്കണം കേട്ടോ. ഫിഷിൻ്റെ പല ടൈപ്പ് മോഡൽസുകൾ, കറികൾ അതൊക്കെയാണ് കേട്ടോ ഇരിക്കണത്. പിന്നെ വെജിറ്റബിൾസിനും വേറെ കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. ഇനി നമുക്ക് നോമ്പിൻ്റെ സ്പെഷ്യൽ പലഹാരങ്ങളൊക്കെ കിട്ടണ കൗണ്ടർ പോയി നോക്കാം കേട്ടോ. അതാണ് കേട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചായയാണ് ഇവിടെ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതേ നോക്കി എന്തോരം പലഹാരങ്ങളാണ് ഇങ്ങനെ വച്ചേക്കണേന്ന്. ഇത് കണ്ടില്ലേ, പല ടൈപ്പ് പലഹാരങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്ക് അങ്ങനെ ഓർക്കണമൊന്നുമില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിൽ നമുക്ക് അങ്ങനെ ഓർത്തെടുത്ത് പറയാനൊന്നും പറ്റില്ല കേട്ടോ. പല പല പേരുകളല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ തിരക്കായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം ഒരു 4 മണിയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കുകളൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും ആളുകൾ വന്നിട്ട് ഇതൊക്കെ വാങ്ങി തീരാറായിട്ടുണ്ടായിരുന്നു പലഹാരങ്ങളൊക്കെ. അപ്പോൾ സമൂസ തന്നെ പല ടൈപ്പ് സമൂസകൾ നമുക്കവിടെ കാണാൻ സാധിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നീളത്തിൽ എത്ര വീഡിയോ എടുത്തിട്ടും തീരുന്നുണ്ടായില്ല കേട്ടോ. അത്രക്ക് പലഹാരങ്ങളായിരുന്നു അവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഈ കാണുന്ന മൊത്തം കൗണ്ടറാണ് ഈ പലഹാരങ്ങളുടെ മാത്രമായിട്ടുള്ളൊരു കൗണ്ടർ. അത് കഴിഞ്ഞത് ഇത് കണ്ടില്ലേ, ചോക്ലേറ്റുകളുടെ മാത്രമായിട്ടുള്ളൊരു കൗണ്ടറാണ് കേട്ടോ ഇത്. ഫുൾ സ്വീറ്റ്സുകളാണ് അവിടെ കിട്ടണത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നോമ്പ് തുറക്കാനായിട്ട് സമയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റിലാക്സ് ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കടമശ്ശേരിയിലേക്കാണ് പോകേണ്ടത്, നമ്മൾ നോമ്പ് തുറക്കാൻ തീരുമാനിച്ച റെസ്റ്റോറൻറ്റിലേക്ക്. അങ്ങനെ നമ്മളിതേ ലുലുന്ന് ഇറങ്ങി റോട്ടിലേക്ക് കടന്നപ്പോഴത്തേനും നല്ല തിരക്കായിരുന്നു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തിരക്കായിരുന്നു. ക്യൂ നിന്നെന്ന് പറഞ്ഞ മാതിരിയായിരുന്നു വണ്ടികളൊക്കെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ ആ റെസ്റ്റോറൻറ്റിൽ എത്താനായിട്ട്. പക്ഷേങ്കിൽ ഞങ്ങൾ ഈ ബ്ലോക്കിലൊക്കെ പെട്ട് അവിടെ എത്തിയപ്പോഴത്തേനും തന്നെ ഒരു അരമണിക്കൂറിൽ അധികം ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ നോമ്പ് തുറ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല, എങ്കിൽ പോലും ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോണ വഴിയിൽ കുറേ സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഒരുപാട് ടൈം നമ്മുടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് കേട്ടോ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മുമ്പേ തന്നെ എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും തന്നെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് പിന്നെ വേറെ പർച്ചേസിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ നേരെ വീട്ടിൽ നിന്ന് റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്ട റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് പേര് ഹസാർ റെസ്റ്റോറൻറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല വണ്ടിയൊക്കെ ഇടാൻ പോലും ഇല്ലാത്ത തിരക്കുകൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടി തന്നെയാണ് കേട്ടോ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇറങ്ങി. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ പല ടൈപ്പ് വെറൈറ്റി ഫുഡുകളൊക്കെ അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ തന്നെ നോക്കിയേ പല ടൈപ്പ് മിൽക്ക് ഷേക്കുകൾ, ഫ്രൂട്ട് സാലഡുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അതേപോലെ തന്നെ പലഹാരങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമുക്ക് അകത്ത് വിളിച്ചു പറഞ്ഞാൽ മതി, അവരകത്ത് കൊണ്ടുത്തരും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത് നോക്കിക്കേ, ബേബിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ് നമ്മളെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അകത്തൊക്കെ പോയി ഇരിപ്പുണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെയൊക്കെ നിന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ബേബീനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇങ്ങനെ ചെയ്യണം കേട്ടോ ഈ കാണാൻ. അവൾ ഇങ്ങനെ മൊബൈലിലേക്ക് നോക്കിയിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ ചിരിക്കണമുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ അകത്തേക്ക് പോകാനായിട്ട് അപ്പോൾ മറ്റവരൊക്കെ അകത്ത് കയറിയിരുന്നു. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത കാരണം സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇത്രയും വെറൈറ്റി ഫുഡുകളൊക്കെ അവിടെ ഉണ്ട്. ഇതിൻ്റെ പേരൊക്കെ പറയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനത്തെ പേരുകളാണ് ഓരോന്നിനും അവരെഴുതി വെച്ചേക്കണം. അങ്ങനെ അതേ ഞങ്ങളെല്ലാവർക്കും വേണ്ടി അവർ സീറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ഫുഡുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയൊന്നുമില്ല, കുറച്ച് പലഹാരങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ട് ഇനിയും ടൈമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ ബേബീനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അവൾ വലിയ കുഴപ്പമൊന്നുമില്ല, ആളിപ്പോൾ സൈലൻ്റൊക്കെയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ അവിടെ നോമ്പ് തുറക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫുഡുകൾ ഓരോന്നായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും പേരുകളൊന്നും ഞാൻ പറയണില്ല കേട്ടോ, എല്ലാം ഒന്നും എനിക്ക് പേര് അറിയേയില്ല. അപ്പോൾ അതേ ഇത് എന്തോ മുട്ടക്കബാബ് പോലത്തെ എന്തോ ഐറ്റമാണെന്ന് തോന്നണേ. ഇത് ഏലാഞ്ചിയും പിന്നെ കായ്പോളയാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ കുറേ ലൈം ജ്യൂസ് മിൽക്ക് ഷേക്കുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഓരോന്നായിട്ടാണ് കേട്ടോ സെർവ് ചെയ്തത്. അപ്പോൾ ആ പിസ്ത പിന്നെ സ്ട്രോബെറി ഇത് 2 ഫ്ലേവറിലുള്ള മിൽക്ക് ഷേക്കുകളാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതേ ഇത്ര ഐറ്റംസുകളാണ് കേട്ടോ അവർ ആദ്യമേ കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ ഓരോന്നാണ് കൊണ്ടുവന്നത്, ഒറ്റയടിക്കല്ല കേട്ടോ അവരെല്ലാ ഫുഡുകളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ നോമ്പ് തുറന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി സ്നാക്സുകളൊക്കെ ആയിരുന്നിട്ടാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കാര്യം നമ്മൾ ഡെയിലി കഴിക്കണതൊക്കെ ആണെങ്കിൽ പോലും കുറച്ച് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കാടമുട്ട ലോലിപോപ്പ് പോലെ ഫ്രൈ ചെയ്തതാണ്. അതേപോലെ തന്നെ ഇത് ഏത്തപ്പഴവും തേങ്ങയൊക്കെ എന്തോ നെയ്യിൽ വാട്ടിയെടുത്തതാണ്. ഇത് കപ്പ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ കാടമുട്ട കിളിക്കൂട് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണത്. അപ്പോൾ അതേ പിള്ളേർക്ക് 2 പേർക്കും കിട്ടിയേക്കണത് ബർഗറാണ് കേട്ടോ. അവരതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും അവരൊരു കടിയൊക്കെ കടിച്ച് അവിടെ വെച്ചേക്കാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വെജിറ്റബിൾസൊക്കെ പുറത്തിറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ 2 പേരും അടുത്തടുത്തിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പതുക്കെ ഫുഡ് അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വാപ്പിച്ചി, ഉമ്മച്ചി, റഹി, അനസ്, ഷീനു, പിള്ളേര്, അപ്പോൾ ഇത്രയും പേരാണ്ട് ഉണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അടുത്തായിട്ട് വന്ന ഐറ്റം പിടിയാണ് കേട്ടോ. പിടിയും ബീഫും വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ പിടിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പിടിയാണ്. സാധാരണ പിടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തേങ്ങാപ്പാൽ നല്ല ഗ്രേവി ആയിട്ടല്ലായിരുന്നു. ഇതത്ര ഗ്രേവിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പിടി കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡുകളെല്ലാം തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് കണ്ട ഇത് ഫ്രൈഡ് ബനാനയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. എനിക്ക് ഈ ഫുഡുകൾ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അതാണെന്ന് പറയാം, സ്നാക്ക്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ 1-2 പ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്തൂന് ഇതേ പിടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൾ പിടി കഴിക്കാനുണ്ട്. അവൾക്ക് എരിവുള്ള ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അത് കഴിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചായ നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ചായയൊന്നും വേണ്ട, കുറച്ച് പേർക്കേ വേണ്ടതുണ്ടായിരുന്നുള്ളൂ. നമ്മൾ അടുത്തായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലാവ ചിക്കനാണ്. നല്ല ആവിയൊക്കെ പറക്കണ്ടായിരുന്നു. നല്ല ഭംഗിയും കാണാനും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ കുട്ടൻ തേങ്ങാപ്പാലും പിന്നെ അതേപോലെ തന്നെ മുരിഞ്ഞ പൊറോട്ടയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നേ. അതേപോലെ തന്നെ ഇത് ഇടിയപ്പവും ഇടിച്ച ബീഫും ആയിരുന്നു. അങ്ങനെ ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഡിഷുകളായിരുന്നു കേട്ടോ. 3ഉം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ബേബീനെ നമ്മളിങ്ങനെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് കിടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടോയ്സൊക്കെ കൊടുത്ത് അപ്പോൾ അവൾ അതിലിരുന്ന് ഇങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കും കേട്ടോ, റിലാക്സായിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ നമ്മൾ ഒരുപാട് ഓവറായിട്ടുള്ള ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരുപാട് ഈ നേരത്ത് കഴിക്കാറൊന്നുമില്ലല്ലോ. ഈ പലഹാരങ്ങളൊക്കെ തന്നെ കഴിച്ചു. അങ്ങനെ നമ്മൾ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയായിരുന്നേ.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർഷത്തിലൊരിക്കൽ ഇങ്ങനെ പുറത്തൊക്കെ പോയി നോമ്പ് തുറക്കണത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആണുങ്ങൾക്കൊക്കെ തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള ദിവസം വരുന്നു. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അവർക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ 1 മണിക്കൂർ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടാണ്ടോ നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു നിമിഷങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് വർഷത്തിലൊരിക്കലൊക്കെ പോവുകയാണെങ്കിൽ നല്ല സന്തോഷമായിരിക്കും. അപ്പോൾ ബേബീനെ നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് ബേബീനെ എടുത്ത് ഇങ്ങനെ ചിരിപ്പിക്കണം കേട്ടോ കണ്ടത്. അങ്ങനെ നമ്മളെല്ലാവരും ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ പിരിഞ്ഞു. നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അത്താഴത്തിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ലുലുന്ന് കുറച്ച് ഫുഡ് ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് കപ്പയാണ് കേട്ടോ. നല്ല അടിപൊളി കപ്പയാണ്. നമ്മളവിടെ കപ്പ അങ്ങനെ ഇരിക്കണ കണ്ട് കൊതി തോന്നി അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല അടിപൊളി തല മീൻകറി ഉണ്ടായിരുന്നേ. അപ്പോൾ അത് നല്ല കാണാൻ പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പയുടെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഇതിന് മുമ്പും ഈ ഡിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ മീൻകറി. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിയത് ഇത് കണ്ട പോട്ടിയായിരുന്നു കേട്ടോ, ഫ്രൈ ചെയ്തത്. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതായിരുന്നേ. അതുപോലെ തന്നെ നല്ല എരിവും ഉണ്ടായിരുന്നു. നോർമൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രിൽഡ് ചിക്കനാണ്. അപ്പോൾ അവിടെ ഒരുപാട് പല ടൈപ്പ് ഫ്ലേവറിലുള്ള ഗ്രിൽഡ് ചിക്കൻസ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുമായിരുന്നു. മലബാറി, ചെട്ടിനാട്, ഗ്രീൻ പെപ്പർ, അങ്ങനെ ഒരുപാട് ഫ്ലേവറിൻ്റെ ഉണ്ടായിരുന്നു. നമ്മൾ മലബാറാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അടുത്തായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് സാലഡുകളാണ് കേട്ടോ, വെജിറ്റബിൾ സാലഡുകൾ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസുകളൊക്കെ ആയിട്ടോ നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കുറച്ചൊക്കെ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞാൻ സാലഡ് മിക്സ് ചെയ്യണം എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയ സാലഡിൽ നിന്ന് നമ്മളിതേ കുറച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാലഡ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ മാത്രമല്ല കേട്ടോ, അതിൽ കടല ഉണ്ടായിരുന്നു, കോൺ ഉണ്ടായിരുന്നു, അങ്ങനെ പല ടൈപ്പ് വേറെ വെജിറ്റബിൾസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. അങ്ങനെ ഞാൻ ആവശ്യമുള്ള സാലഡ് ഇവിടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഗ്രിൽഡ് ചിക്കൻ്റെ അങ്ങനെ പീസുകൾ ഇട്ട് കൊടുക്കും കേട്ടോ. എല്ലില്ലാത്ത പീസുകൾ നോക്കിയിടണേ. അതെല്ലാം ഇങ്ങനെ ചെറുതായി നുറുക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ലുലുന്ന് വാങ്ങിയതാണ് കേട്ടോ. തന്തൂരി മയോണൈസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഒരു സീസർ സാലഡിൻ്റെ ഒരു പോലെ ഇരിക്കും കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ റെഡിയാക്കി കഴിച്ചാൽ. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്നേ ഉള്ളൂ. ഇതേപോലെ വെജിറ്റബിൾസും ചിക്കനും മയോണൈസൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ നമുക്ക് കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്കിത് അവിടെ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് എടുക്കാം കേട്ടോ ലുലുവിൽ. അപ്പോൾ അങ്ങനെ കേട്ടോ നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളത് എല്ലാവരും കൂടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡുകളെല്ലാം തന്നെ മൊത്തത്തിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കപ്പയും മീൻകറിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മീൻകറി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയ നോമ്പിൻ്റെ വിശേഷവുമായി വരുന്നവരെ, പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.